പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് UK പ്രിയപ്പെട്ട റേഡിയോ ലൈമാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. ഇന്ന് ഹൃദയപൂർവ്വത്തിൽ UK നിന്നും മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് എൻ്റെ ഒപ്പം. സോഷ്യൽ മീഡിയയിൽ റീൽസിലൂടെയും വീഡിയോകളിലൂടെയും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട റീന ജോൺ. ഒരുപാട് സ്നേഹത്തോടെ റീന ചേച്ചിക്ക് ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ഒപ്പം വിഷ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. നന്ദി ജൂലി ഗണപതി. റേഡിയോ ലൈമിന്റെ ഹൃദയപൂർവ്വം എന്ന ന്യൂ ഇയർ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എന്നെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. താങ്ക് യു ചേച്ചി. ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞുപോയ വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കും അല്ലേ? 2025 ചേച്ചിക്ക് എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം നിറഞ്ഞ വർഷമായിരുന്നു 2025. എനിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ല നല്ല ഓർമ്മകളും തന്ന ഒരു വർഷം തന്നെയായിരുന്നു. എൻ്റെ ഓരോ വീഡിയോകളും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് പോസിറ്റീവ്ലി. അത് ചിലപ്പോൾ എൻ്റെ ജെനുവിനിറ്റി കൊണ്ടാവാം, സത്യസന്ധത കൊണ്ടാവാം, ഞാൻ സമൂഹത്തിന് കൊടുക്കുന്ന ഓരോ നല്ല നല്ല മെസ്സേജുകൾ കൊണ്ടാകാം. ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പോൾ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഒരു പൊൻതൂവലായിട്ട് ഇന്നും സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ മീഡിയ എടുത്തു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ബിഗ് ബോസിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രഡിക്ഷൻ ലിസ്റ്റിലെങ്കിലും വരാനായിട്ട് എനിക്ക് സാധിച്ചു. ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. ഇതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം 2025 സന്തോഷം നിറഞ്ഞതാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അതെ, അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമാണ്. പുതിയ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ജൂലി, ഒരുപാട് ശുഭ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ 2026 വരവേൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങൾ ചിലപ്പോൾ സഫലീകരിക്കാം, ചിലപ്പോൾ സഫലീകരിക്കാതിരിക്കാം. പക്ഷേ ഡസൻറ്റ് മാറ്റർ. നമ്മൾ എപ്പോഴും ശുഭ പ്രതീക്ഷ ഉള്ളവരായിരിക്കാൻ ശ്രമിക്കുക, അല്ലേ? എനിക്കൊരുപാട് ശുഭപ്രതീക്ഷയുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ കരിയർ പ്രോഗ്രഷൻ ലഭിക്കണമെന്ന് ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരു മാനേജർ ആവുക എന്നതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പം ഞാൻ ഡെപ്യൂട്ടി മാനേജറായിട്ട് എനിക്ക് കരിയർ പ്രോഗ്രഷൻ ഓൾറെഡി കിട്ടി. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുവാണ്. അതുപോലെ തന്നെ മീഡിയയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസിൽ കിട്ടിക്കഴിഞ്ഞാൽ പോകണം എന്നുള്ള താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മീഡിയയിൽ എനിക്ക് ഒരുപാട് സജീവ സാന്നിധ്യം പുലർത്തണം എന്നുമുണ്ട്. ഒരുപാട് പുതിയ പുതിയ വീഡിയോസ്, പുതിയ ഒരു പൂമ്പാറ്റയെ പോലെ പറന്നുകൊണ്ട് എൻ്റെ ജീവിതം ആസ്വദിക്കാൻ തരത്തിലുള്ള മീഡിയ പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നതായിരിക്കും എൻ്റെ 2026 പുതിയ പ്രതീക്ഷകൾ. ഏത് തരം വീഡിയോസ് ചെയ്യാനാണ് ചേച്ചിക്ക് ഇഷ്ടം? ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്? എനിക്ക് മനോഹരമായിട്ടുള്ള ചാട്ടങ്ങളും ഓട്ടങ്ങളും, അതായത് ഫിസിക്കൽ മൂവ്മെന്റ് ആയിട്ടുള്ള ഡാൻസോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഞാൻ മെന്റലി സാറ്റിസ്ഫൈഡ് ആകുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഫിസിക്കൽ മൂവ്മെന്റിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. എസ്പെഷ്യലി ഒരു 40-45 കഴിയുന്ന ലേഡീസ് മടി പിടിച്ചിരിക്കാതെ അവർക്ക് പറ്റുന്ന തരത്തിൽ, ഇപ്പം ഡാൻസ് ആകട്ടെ അല്ലെങ്കിൽ ഒരു എക്സർസൈസ് ആകട്ടെ, ആ ഫിസിക്കൽ മൂവ്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ എനിക്ക് ഫിസിക്കൽ മൂവ്മെന്റ് ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്കെപ്പോഴും ഫിസിക്കൽ മൂവ്മെന്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഇനി അത് മാത്രമല്ല, അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരുന്നപ്പോൾ പണ്ട് കാലത്ത് അതിനുള്ള ഒരു അവസരമൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം, ഇൻസ്റ്റ ആകട്ടെ, ഒരുപാട് മീഡിയ അഡ്വാൻസ് ആയ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു അഭിനയത്തിൻ്റെയും ആ ഒരു ഒരു
വളരെ മാധുര്യമേറിയ ഒരു അനുഭവത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റീന ചേച്ചി ഒരു സ്ഥലത്ത് അനങ്ങാതെ നിന്നെടുക്കുന്ന വീഡിയോ വളരെ കുറവാണ്. ഈ എനർജി എന്നും ഒരുപോലെ ഉണ്ടാകട്ടെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും, പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാകില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചേച്ചിയുടെ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്ക് നൽകുന്ന സ്ഥാനം എന്താണ്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പലരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മളുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ആൾക്കാരെ വിഷമിപ്പിക്കാതെ നോക്കാറുണ്ട്. എനിക്ക് സമയമുള്ളതുപോലെ അവരെ മെസ്സേജ് അയച്ച് അവരെ ഞാൻ സംതൃപ്തിപ്പെടുത്താറുണ്ട്, അവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നമ്മളെ നമ്മളായി തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പായിട്ട് കണക്കാക്കാറുള്ളത്. പക്ഷേ അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അല്ലാതെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആൾക്കാരെ കിട്ടിയിട്ടുമുണ്ട്. അതെനിക്ക് പേര് പറയാനും പറ്റില്ല. പക്ഷെ ചില സൗഹൃദ ബന്ധങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം മീഡിയയിൽ, നിങ്ങൾ വീഡിയോയിൽ കൂടിയൊക്കെ. പക്ഷേ അങ്ങനെയുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഇനി അഥവാ അങ്ങനെ തുറന്നു പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ അത് നിൽക്കും. നമ്മളെ ജഡ്ജ് ചെയ്യാതെ, നമ്മളെ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാതെ എന്ന് പറഞ്ഞിട്ട് വിമർശനങ്ങൾ ഉണ്ടായിക്കൂടാ എന്നില്ല. വിമർശനങ്ങളെ അത് പോസിറ്റിവിറ്റിയോടുകൂടിയുള്ള വിമർശനങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരായിരിക്കണം യഥാർത്ഥ സുഹൃത്തുക്കൾ. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ മാത്രമേ നിലനിൽക്കാറുള്ളൂ. ഇതാണ് എനിക്ക് സൗഹൃദത്തെ പറ്റി പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരാറില്ലേ? അത് ചേച്ചിയെ മാനസികമായി തളർത്താറുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ചേച്ചി എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്? ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയത് മുതൽ എനിക്ക് അധിക്ഷേപങ്ങളുടെ ഒരു കളി തന്നെയായിരുന്നു. കാരണം എന്നെ സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ഞാനായിരിക്കാം. പക്ഷേ അത് എല്ലാം മറികടക്കാനായിട്ട് എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും മീഡിയയിൽ പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. ചില പെർട്ടിക്കുലറായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്റർവ്യൂവിൽ കൊടുത്ത ചില ടീമുകൾ ആൾക്കാരത് വളച്ചൊടിച്ച് അതിനെ വേറെ അർത്ഥത്തിലാക്കിയപ്പോൾ ചില സമയത്ത് എനിക്കും വിഷമം നേരിട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വിഷമങ്ങൾ ഞാൻ മറികടന്നു. ചിലപ്പോൾ ഞാൻ അവർക്ക് മറുപടി കൊടുക്കാറുണ്ട് വളരെ ഡീസൻ്റായ രീതിയിൽ. പിന്നെ നമുക്കിപ്പം സമൂഹത്തെ നന്നാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല, അതൊരു നഗ്ന സത്യമാണ്. നമ്മൾ ആരാണ് എന്ന് നമുക്കറിയാമെന്നുള്ളിടത്തോളം കാലം നമ്മളിപ്പം സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതി എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്ത് വന്നാലും ലൈഫിൽ നേരിടാനുള്ള ഒരു ചങ്കൂറ്റമുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ പറ്റും. ഇനി വേറൊന്ന്, നമ്മൾ ആരാണ് എന്ന് വ്യക്തമായ ധാരണ നമുക്കുണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാനും പറ്റും. അത് നമ്മളെ വേദനിപ്പിക്കുകയും ഇല്ല. അതാണ് അതിൻ്റെ നഗ്ന സത്യം.
മറ്റു കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ വളരെ ആവേശത്തോടു കൂടിയാണ് ചേച്ചി യാത്രകളെക്കുറിച്ച് പറയുന്നത്. ചേച്ചിയുടെ എല്ലാ വീഡിയോസും ചേച്ചി തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തെടുക്കുന്നുവോ അത് അതുപോലെ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതല്ലേ. നമ്മളെപ്പോഴും റീൽസിൽ തമാശ പറഞ്ഞും ഡാൻസ് കളിച്ചും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന റീന ജോണിനെ മാത്രമാണ് കാണുന്നത്. ഓരോ വീഡിയോയ്ക്ക് പിന്നിലെയും സ്ട്രെസ്സും അധ്വാനവും എത്രത്തോളമാണ് ചേച്ചി? യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ജൂലി ഞാൻ. കാരണം എനിക്ക് പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ ആൾക്കാർ, പുതിയ അവരുടെ ഒരു കൾച്ചറ്, അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ യാത്രകളും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യും. അതിങ്ങനെ പൂക്കളിൽ നിന്ന് ഈ പൂമ്പാറ്റ തേന് ഇങ്ങനെ ഊർന്നെടുത്ത് അത് ആസ്വദിക്കില്ലേ, അതുപോലെ ഞാൻ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻക്ലൂഡിങ് ഫ്ലൈറ്റിലാകട്ടെ, യാത്രയാകട്ടെ, അല്ലെങ്കിൽ വേറൊരു കൺട്രിയിൽ ഇറങ്ങുന്നത് മുതൽ ഞാൻ അവിടുത്തെ ആ ഒരു പാത വരെ ഞാൻ എന്തുകൊണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ജൂലി ചോദിച്ച ആ ചോദ്യത്തോട് ഞാൻ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നു. പിന്നെ വേറൊന്ന്, ഞാൻ ഒരുപാട് കൺട്രികളിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം പോയതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ടുമായി പോയ ഒരു പ്ലേസ് ആയിരുന്നു പോർച്ചുഗൽ. ഞാനും നിഖിലയുമായിട്ട് പോയ ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ആ പോർച്ചുഗലിൻ്റെ ഫുഡ് കഴിക്കുമ്പോഴും ഓരോ സംസ്കാരം നമ്മളിങ്ങനെ തേനിൽ നിന്ന് പൂമ്പാറ്റ ഇങ്ങനെ ഊർന്ന് എടുക്കുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. യാത്രകൾ എനിക്ക് ഒരുപാട് മാനസികമായിട്ട് ഉല്ലാസം തരുന്നതിലുപരി എനിക്ക് ഒരുപാട് മെൻ്റൽ റിലാക്സേഷനും നമ്മുടെ ലൈഫിൽ കുറേ കൂടെ നമുക്ക് നോളജ് നമുക്ക് പകർന്നു തരുന്ന ഒന്നായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അടുത്ത വർഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മിക്കവാറും യൂറോപ്യൻ പ്ലേസുകളായിട്ടുള്ള ഈജിപ്റ്റ്, ടർക്കി, അടുത്ത മാസം ഞാൻ നാട്ടിലേക്ക് ഒരു 8 ദിവസം വീണ്ടും പോകുന്നുണ്ട്. അപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ആദിവാസികളുമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്നതാണ്. ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ട്രിപ്പായിരിക്കും. അപ്പോൾ നാട്ടിൽ ഞാൻ അടുത്ത മാസം ഒരു 8-9 ദിവസം പോകുന്നത് ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ഞാൻ പോയിട്ടില്ലാത്ത ഉൾപ്രദേശങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും കൂടിയാണ്. അപ്പം അങ്ങനെ ഈ യാത്ര എന്നെ ഒരുപാട് ഹരം പിടിപ്പിക്കുന്നത് ഒരു വ്യക്തിയാണ് ഞാൻ. ചേച്ചിയുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയാണ്, ആ നാച്ചുറാലിറ്റി. റീന ചേച്ചിയുടെ ഓരോ ദിവസത്തെയും ജോലിക്ക് പോകുന്നത് മുതൽ പല കാര്യങ്ങളും റീൽസിലൂടെ എല്ലാവരും കാണുന്നുണ്ട്. എവിടെയാണ് ചേച്ചി ഒരു ബോർഡർ സെറ്റ് ചെയ്തേക്കുന്നത്? ഇത് എൻ്റെ സ്വകാര്യ ജീവിതമാണ്, ഇത് സോഷ്യൽ മീഡിയക്കുള്ളതല്ല എന്ന് മാറ്റിവെച്ച നിമിഷങ്ങളുണ്ടോ? ജൂലി, ഓഫ് കോഴ്സ് എൻ്റേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ലൈഫ് എപ്പോഴും ഞാൻ പ്രൈവറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കേണ്ടത് എന്താണ് എന്നെനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. ഇനി എൻ്റേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ലൈഫ് ഞാൻ കീപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. അതിലെ ഇൻക്ലൂഡിങ് എനിക്ക് ചിലപ്പം എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ചിലപ്പോൾ അതെൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം. അവരുമായിട്ടുള്ള ചില വളരെ വളരെ അത് സോഷ്യൽ മീഡിയയ്ക്കൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ വളരെ ജെനുവിനായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ മീറ്റിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് വേണം എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ ആ നിമിഷങ്ങളൊന്നും സോഷ്യൽ മീഡിയയ്ക്കുള്ളതല്ല, അതെൻ്റെ പ്രൈവറ്റ് ലൈഫാണ്. അതിനു വേണ്ടിയിട്ടുള്ള സമയം ഞാൻ കണ്ടെത്താറുണ്ട്. അത് സോഷ്യൽ മീഡിയയ്ക്കുള്ളത് എന്താണ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്ന വേറൊരു രീതിയിലാണ്. അതിന് ഞാനൊരു ബൗണ്ടറി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രൈവറ്റ് ലൈഫ് എങ്ങനെ ഞാൻ ക്രമീകരിക്കണം എന്നുള്ളതിനും ഞാൻ അതിന് സമയപരിധിയും ബൗണ്ടറിയും വെച്ചിട്ടുണ്ട്. സംസാരിക്കാൻ ഇനിയുമുണ്ട് ഒരുപാട് വിശേഷങ്ങൾ. എവിടെയും പോകരുത് കേട്ടോ. ഹൃദയപൂർവ്വമായി ഞാൻ ജൂലി ഗണപതി. ഇത് റേഡിയോ ലൈം, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.